അടുത്തതായി നമ്മുടെ പൂജനീയ എൻ്റെ ഗുരുതുല്യനായ വിശ്വഹിന്ദു പരിഷത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ ഗുരുവിന് പരമേശ്വര മാസ്റ്റർക്ക് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അടുത്തത് നമ്മുടെ മാതൃശക്തിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഒരു കാലത്തായിരുന്ന ശ്രീമതി കവലമ്മ ടീച്ചർക്കാണ്. ആ തീർത്ഥം ടീച്ചർ ഏറ്റുമായിക്കൊണ്ട് നമ്മുടെ അടുത്ത ചടങ്ങിലേക്ക് കിടക്കും. രാമകൃഷ്ണേട്ടൻ വേദിയിലേക്ക് വരണം. അദ്ദേഹം അയോധ്യയിലൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞു വന്ന ആളാണ്. അതുകൊണ്ട് ദയവായി വേദിയിലേക്ക് കടന്നില്ല. സംഖ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അമ്മ നിങ്ങളോട് എല്ലാവരോടും, നിങ്ങളെല്ലാവരും ഇരിക്കുകയല്ലേ അല്ലേ? അപ്പോൾ ആ ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലേ? അതല്ലേ മതി, അതല്ലേ നല്ലത്. എന്നെ കാണാമല്ലോ എല്ലാവർക്കും. സൗന്ദര്യലഹരിയുടെ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് തന്നെ അമ്മ തുടങ്ങും. ശിവശക്തിയോ യുക്തോ ഇതി ഭഗതി ശക്ത പ്രഭവിതും ന ചേദേവോ ദേവോ ന ഖലു കുലശകസ്പന്ദിതുമഭി അധസ്ത്വാമരാദ്യം ഹരിഹര വിരഞ്ജാതി വിരതി പ്രണതുസ്തോതും വാഗതപനൃത്യ പുണ്യപ്രഭവതി തനിയാസം പാസം തവ ചരണ പങ്കേരുഗഭവം വിരിഞ്ച സഞ്ജീവ്യ വിരിചയതി ലോകനാവിലനം. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. ഈ ശ്ലോകം അമ്മയ്ക്ക് ചൊല്ലാൻ ഒരു കാരണമുണ്ട്. ഇന്ന് അമ്മ ഇവിടെ വിളിച്ചത് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തീർത്ഥം മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാനാണ്. ഈ അയോധ്യ എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മുഴുവനും നമ്മൾ കേൾക്കുന്നത് അയോധ്യയെ പറ്റിയാണ് അല്ലേ? കുറേ നാളുകൾക്ക് മുന്നേ എവിടെയോ എല്ലാവരുടെയും ഓർമ്മകളിൽ അങ്ങനെ പോയിരുന്നു അയോധ്യ അല്ലേ? തിരിച്ച് വന്നിരിക്കുകയാണ് ആ രാമരാജ്യം. ശ്രീരാമനെ പറ്റി പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ട ആരെ പറ്റിയാണ്? നമ്മുടെ സീതാദേവിയെ പറ്റി അല്ലേ? ശിവനും ശക്തിയുമാണ്. ശിവനും ശക്തിയുമാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ ശ്ലോകം ചൊല്ലിയത്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ശിവനും ശക്തിയും തന്നെയാണ് അല്ലേ? ഉറപ്പല്ലേ? ശരിയല്ലേ? ശിവനും ശക്തിയുമാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് തനിച്ചല്ല. അവിടെ ശിവനും ശക്തിയുടെയും ഒരു ലയമാണ്. അപ്പോഴാണ് നമ്മുടെ ആത്മാവ് പ്രകാശിക്കുകയുള്ളൂ. ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും അവനിൽ ഇത് രണ്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള കഴിവ് അമ്മയ്ക്കുള്ളതുപോലെ തന്നെ അച്ഛനും ഉണ്ടായത്. എത്ര ഒളിച്ചു വെച്ചാലും ആ പിറന്നു വീഴുന്ന കുഞ്ഞിനെ കാണുമ്പോൾ എത്ര ലാളിത്യത്തോടെയാണ് അച്ഛൻ ആ കുഞ്ഞിനെ നോക്കുന്നത് അല്ലേ? ശരിയല്ലേ? അതുവരെ എത്ര വലിയ കോപിഷ്ഠനായിരുന്നാലും ആ കുഞ്ഞിനെ കാണുമ്പോൾ എവിടെ നിന്നില്ലാത്ത സ്നേഹമാണ് ആ ഒരു അച്ഛനുണ്ടാവുന്നത് അല്ലേ? അതേപോലെ വലിയ പ്രതിസന്ധികൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ ധൈര്യത്തോടെ നിന്ന് ആ ഭർത്താവിനെ സംരക്ഷിക്കാനും ശക്തി പകരാനും എവിടുന്നാണ് ഒരു സ്ത്രീക്ക് ആ പൗരുഷം ലഭിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടില്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു നോക്കും. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം നിങ്ങളിൽ തന്നെയാണ്. അപ്പൊ മാത്രമാണ് നമ്മുടെ ആത്മ
അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അല്ലേ? നീ എന്താണ്? നീ ആരാണ്? നീ പൂർണ്ണനാണോ എന്നുള്ളൊരു ചോദ്യം വന്നു. എങ്ങനെയാണ് പൂർണ്ണനാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ സുഖം മാത്രമല്ല, എല്ലാം അടങ്ങിയതാണ് ജീവിതം അല്ലേ? ആ പൂർണ്ണത കൈവരിക്കാൻ അദ്ദേഹത്തിന് പിന്നെയും വേറൊരവസ്ഥയിൽ പോവേണ്ടി വന്നു. മൂകാംബികയിൽ ഇങ്ങനെ പറയും, മൂകാംബികയിൽ വിവാഹം കഴിക്കാത്തവരകത്ത് ഒരു പൂജ ചെയ്യില്ല എന്നാണ്. കാരണം എന്താണ് ദേവി, എന്താണ് സ്ത്രീ എന്നറിയാത്ത ഒരാളെങ്ങനെ സ്ത്രീയെ പറ്റി വർണ്ണിക്കും? ശങ്കരാചാര്യാണ് ഈ ശിവശക്തിയോ യുക്തോ യതി ഭവതി എഴുതിയത്. എങ്ങനെയാണ്, എന്താണ് സ്ത്രീ, എങ്ങനെയാണ് അവളുടെ ശക്തി, എവിടെയാണ് അവളുടെ ശക്തി? നമ്മൾ ഇന്നെല്ലാം ഒരു കുറെ ഭാഗങ്ങളിൽ ഒതുക്കി നിർത്തുന്നുണ്ട് സ്ത്രീയെ. ഒന്നെല്ലാവരും ചിന്തിക്കേണ്ടതാണ്, ഏതൊക്കെ അവസ്ഥയിലാണ് സ്ത്രീയെ നമ്മൾ ഒതുക്കി നിർത്തുന്നത്? അറിയാം, നമ്മൾ ഏതിതെടുത്താലും സ്ത്രീക്കാണ് ഇനി എല്ലാ അർത്ഥത്തിലും പിന്തുണ വേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അത് നല്ലതാണോ ചീത്തയാണോ അതും കൂടി എല്ലാവരും ചിന്തിക്കണം. ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ അമ്മയ്ക്ക് പറയാൻ പറ്റണത് അതത്ര നല്ലതല്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. സ്ത്രീ മഹത്വമാണ്, എല്ലാമാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം ഇന്ന് വരികയാണ്. ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പോകേണ്ടത്? തൻ്റെ കുഞ്ഞുങ്ങളുമൊത്ത് എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് പോവേണ്ടത്? അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ക്ഷേത്ര മര്യാദകൾ പാലിക്കേണ്ടത് എന്നുള്ളത് പോലും ഇന്നത്തെ കാലഘട്ടങ്ങൾ മറന്നുപോയി കഴിഞ്ഞു. ഒരു പുരുഷനെ ഓർത്തതിൽ വിഷമമില്ല, അവരെന്നും ഒരേ രൂപവും ഒരേ ഭാവമേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇന്നൊരു ക്ഷേത്രത്തിൽ ഒരു ആചാരം നടക്കുമ്പോൾ, ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും നോക്കണത്, ഞങ്ങൾക്കൊക്കെ പേടിയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു. കുറെ ആണുങ്ങൾ തന്നെ എന്നെ വിളിച്ച് പറയുണ്ടായി, അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ലല്ലോ, എന്താ സംഭവിച്ചത്? എനിക്കറിയാം. കൊച്ചു കുട്ടികളോട് 16, 17, 18 വയസ്സുള്ള കൊച്ചു കുട്ടികളോട് കുറച്ചുകൂടി മാന്യമായി വസ്ത്രം ധരിച്ച് വരാൻ പറയണം. ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇരിക്കുന്നത് അത്രയും മഹത്വമായിട്ടുള്ള ദേവിയുടെ മുന്നിലാണ്. അതുകൊണ്ടാണ് പറയണത്, ഇന്ന് സ്ത്രീക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മളെല്ലാവരും മുറവിളി കൂട്ടുമ്പോൾ മറു ചോദ്യം നമ്മുടെ പുറകിൽ ചോദിക്കേണ്ടി വരുന്നുണ്ട്. ആ പണ്ടത്തെ കാലത്തെ ആ ഒരു അമ്മ സ്ത്രീ ഇന്ന് എവിടെ? ശരിയല്ലേ? എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? അന്നത്തെ സ്ത്രീ, ഞാനിപ്പോഴും നിങ്ങളോട് പഴയ കാലത്തിലോട്ട് പോകാനല്ല പറയുന്നത്, നമ്മൾ ആവശ്യത്തിനെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു സഭയിലെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും അഭിമാനം അത് സംരക്ഷിക്കാൻ ഏതൊരു സ്ത്രീയും ഏതൊരു മാതാവും അതിന് നിർബന്ധിതയാണ്. വളരെ ദുഃഖം തോന്നി എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു കുറെ ഫോൺ വിളികളിൽ. കാരണം എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനാ നോക്കുന്നത്, എന്തിനാ കണ്ണ് തന്നിട്ടുള്ളത്? എല്ലാം കാണാനാണ് ഇല്ലേ? പക്ഷെ അത് ആസ്വാദനത്തിനുള്ള വസ്തുവാക്കി തീർക്കുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നു, ആരെയാണ്? ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ ഏതൊരു വേദിയിലും എന്നെ കൊണ്ട് ഒരു കാര്യമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, ഒരു ക്ഷേത്രത്തിലെങ്കിലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ ഭഗവാനെയോ ഭഗവതിയോ ഒക്കെ തൊഴാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും
ആദ്യം ഓരോരുത്തരും പഠിക്കേണ്ടത് അതാണ്. ഓരോ അമ്മമാരുടെ ഇരുന്ന് തലയാട്ടുന്നുണ്ട് അല്ലേ? സന്തോഷമായല്ലേ അമ്മ ഇത് പറഞ്ഞപ്പോ അല്ലേ? പേരക്കുട്ടികൾ ഇറങ്ങി പോണ കാണുമ്പോ അമ്മമ്മമാര് പറയും ഇതെന്ത് പോക്കാണത് അല്ലേ? സങ്കടം വരാറില്ലേ നിങ്ങൾക്കൊക്കെ? ആരാണ് ഇതിനൊക്കെ കടിഞ്ഞാണിടേണ്ടത്? അച്ഛന്മാരാണോ? അമ്മമാര് തന്നെയാണ്. നമ്മുടെ ഈ ഭാരതം, ഈ സനാതന ധർമ്മത്തെ അത്രയോളം ശിരസിൽ വഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവും വിവേകാനന്ദനും ഒക്കെ ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു മഹത്വാവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്നത്തെ ഗുരുക്കന്മാര് അവരിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എനിക്കൊരു ആശ്രമം ഉണ്ടെങ്കിൽ, ഒരു സംരക്ഷണം എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കീഴിലുള്ള മക്കളെ നിർബന്ധമായും കുറെ ചിട്ടകൾ പഠിപ്പിച്ചിരിക്കണം. ഇല്ലേ? മറ്റുള്ളവർക്കുണ്ടല്ലോ ഇല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുട്ടി കരയണത് കേൾക്കുകയുണ്ടായി. അപ്പോൾ സ്വാമി വിളിച്ചിട്ടെല്ലാം എന്നോട് ഇങ്ങനെ കാണിച്ചു. കുഞ്ഞു കരയാണ്, ഒരു കുഞ്ഞു കരയാണ്, നല്ല ഒരു 10-28 ദിവസത്തിനുള്ളിൽ അത്ര പ്രസവിച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ. ഒരു കുഞ്ഞു കരയാണ്, വല്ലാതെ കരയുന്നുണ്ട്. അപ്പോ ആ കരയുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ അമ്മ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ് യാ ഇലാല ഇല്ല. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമ്മൾ എന്താ പറയണത്? മക്കളെ അവിടെ ദാട് നോക്കുന്നു, പൂച്ചു പൂച്ചു ഇല്ലേ? ശരിയല്ലേ? അവിടെ ഇരിക്കുന്നു, കരയിലേപ്പിച്ചിട്ട് അല്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കോ? ഓം നമ ശിവായ മക്കളെ, ഓം നമ ശിവായ എന്ന് പറഞ്ഞു കൊടുക്കോ? ഓം നമോ നാരായണ പറഞ്ഞു കൊടുക്കോ? അത് കേട്ടാ നമ്മുടെ അമ്മമാരാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പേരക്കുട്ടികളുടെ കുട്ടികളായിരിക്കുമല്ലോ, അവരൊരു എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണം? നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു നിർത്താൻ നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ നമുക്കൊരു ഭാഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുമ്പിൽ ഓടുമ്പോ പുറകെ തടഞ്ഞു വെക്കണം. എങ്ങനെ? ആരും വന്ന് തടഞ്ഞു വെക്കേണ്ട. ഓരോ ഭവനങ്ങളിലെയും മാതാവും പിതാവും നമ്മുടെ സംരക്ഷണം എന്നുള്ളത് ഉറപ്പുവരുത്തി നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കണം. ആ സംരക്ഷണമാണ് നമ്മൾ വെക്കേണ്ടത്, ഉറപ്പാക്കേണ്ടത്. ആ ഒരു വലിയ തടയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോഴാണ് അതൊന്നും ചോർന്നു പോകാതെ മുന്നിൽ വരുന്നതൊക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? ഇവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ലോകപരിചയങ്ങൾ വന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞേക്കുമ്പോ ഇവരൊക്കെ വിചാരിക്കും ഞങ്ങളൊക്കെ ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആരും ഇതുവരെ കേൾക്കാൻ നിന്നില്ല, ഞങ്ങളെ കാണാൻ നിന്നില്ല. ഞങ്ങൾ പറയണതെല്ലാം ഈ നമ്മുടെ ചെവിക്ക് 2 ഹോളുള്ളതുകൊണ്ട് ഇതിലെ കൂടി കേട്ട് ഇതിലെ കൂടി കളഞ്ഞു. അതിനുള്ളിൽ നമുക്കുള്ള ഒരു ബുദ്ധി, വിവേകം, ചിന്ത, അതിനെ നമ്മൾ മറച്ചു വെച്ചു. നമ്മൾ ബോധത്തോടെ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നീ കേൾക്കുന്നുണ്ടെങ്കിൽ, നീ അത് കളയുന്നുണ്ടെങ്കിൽ അത് നീ മാത്രം ചെയ്യുന്ന തെറ്റാണ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മളെല്ലാം ഇനി ഈ ഒരു അവസ്ഥയിലെത്തിയത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. ഞാൻ എല്ലാവരോടും പറയാണ്, എല്ലാ അമ്മമാരോടും അച്ഛന്മാരോടും പറയാണ്, നമ്മുടെ അജ്ഞാതവാസം അവസാനിപ്പിക്കാൻ സമയമായി. നമ്മളെല്ലാവരും അജ്ഞാതവാസത്തിലാണ്, ശരിയല്ലേ? എന്ത് അജ്ഞാതവാസമാണ് നമുക്കുള്ളത്? എല്ലാത്തിനെയും ഉള്ളിലൊതുക്കി ഒന്നും ചെയ്യാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ട് വീർപ്പ് മുട്ടി ഇരിക്കുന്ന ഒരു വാസത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ? പൊട്ടിച്ചെറിയണ്ടേ? ഇനി ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഈ നമുക്കറിയാം അയോധ്യ, ആ രാമൻ
ഇത് പ്രസംഗത്തിൽ മാത്രമല്ല, ഇത് നടപ്പിലാക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹവും, അതിനു വേണ്ടി തന്നെയാണ് എൻ്റെ പരിശ്രമവും. 2 വർഷമായിട്ടുള്ളൂ, 2 വർഷം ആവണുള്ളൂ ഞാൻ ശരിക്കും പൊതുജനങ്ങളിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ട്. എനിക്ക് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള ആ സമയമായപ്പോൾ ഞാൻ ഇറങ്ങി. എൻ്റെ അജ്ഞാതവാസം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇനി ഓരോ പടിയും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും ഓരോ കുഞ്ഞുങ്ങളെ. അത് ഉറപ്പാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ മക്കളെയും എനിക്ക് പുനരുദ്ധരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഒരു ഗുരുമതി. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൽ എത്ര ഗുരുക്കന്മാരുണ്ട്. ഓരോരുത്തരും ഓരോ നിയമം മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ആവണം, അല്ലാതെ പറ്റില്ല. ഇനിയിപ്പോ മോഡിജി അതിനുവേണ്ടി ഒരു തീരുമാനം എടുക്കും, ഒരു നിയമം കൊണ്ടുവരും, ഉറപ്പാണ്. നമ്മുടെ വേദങ്ങളെ നമ്മൾ പഠിക്കാൻ ഒരു നിയമം കൊണ്ടുവന്നേ സാധിക്കൂ. നമ്മുടെ ഓരോ ഗൃഹത്തിലെ ഓരോ കുഞ്ഞുങ്ങളും ആ നിയമത്തിൽ ജീവിച്ചേ മതിയാവൂ എന്നുള്ളൊരിത് നമ്മളെല്ലാവരും കൊണ്ടുവരണം. ഒന്നും അറിയാതെ പോകരുത്. നമ്മളെല്ലാവരും ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഇന്ന് കോളേജുകളിൽ കുട്ടികളെ വിടാൻ ഭയമാണ്. കുഞ്ഞുങ്ങളെ നമുക്ക് വിടാൻ ഭയമാണ്. കാരണം എന്താണ്, അവിടെ ഞാൻ പേര് പറയുന്നില്ല, അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അഴിഞ്ഞാട്ടാണ് നടക്കുന്നത്. ഭയപ്പെടുത്തുന്ന ആ ഒരു അഴിഞ്ഞാട്ടം അല്ലേ. നമുക്ക് എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ മകനെയോ മകളെയോ നമുക്ക് വിടാൻ സാധിക്കുക? എവിടെയാണ് നമുക്ക് പറ്റിപ്പോണത് തെറ്റ്? ആ മകനും മകളും ഒക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്നാണ് അല്ലേ. നമ്മളൊക്കെ ആരുടെയൊക്കെയോ വീടുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ കുഞ്ഞുങ്ങൾ. എവിടെയാണ് നമുക്ക് പറ്റിയത്? ഏതമ്മയ്ക്കാണ്, ഏതച്ഛനാണ് തെറ്റുപറ്റിയത്? ഇനി പറ്റരുത്. ഇനിയും അത്രയും ക്രൂരമായ ഒരു കൊലകൾ ഇനി ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ, ഇനിയുള്ള പേരക്കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങൾക്ക് സനാതന ധർമ്മത്തിൽ നയിക്കാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് ഈശ്വരൻ, എന്താണ് ആത്മാവ്, എന്താണ് ആ ആത്മാവിൽ നിലനിൽക്കുന്ന ചൈതന്യം. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഓരോ മാതാപിതാക്കളും ബാധ്യസ്ഥരാണ്, ഓരോ ഗുരുക്കന്മാരും ബാധ്യസ്ഥരാണ്, ഓരോ അധ്യാപകരും ബാധ്യസ്ഥരാണ്, ഓരോ സംഘടനയും ബാധ്യസ്ഥരാണ്. സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു സനാതനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓടുന്നുണ്ട്. ആ ഓട്ടം കുറച്ചെങ്കിലും 50% അത് സത്യമാവണമെങ്കിൽ എല്ലാവരും പരിശ്രമിക്കണം. എല്ലാവരും പരിശ്രമിച്ചേ പറ്റൂ. ഇന്ന് നമുക്കെല്ലാവർക്കും ദാരിദ്ര്യമാണ് ഇല്ലേ? ശരിയല്ലേ? കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷേട്ടൻ കോഴിക്കോട് അവിടെ പോയിട്ട് പറയണ്ടായി, ഭക്ഷണം കഴിക്കാൻ കടകളില്ലായിരുന്നു. ഒരു വെള്ളവും ബിസ്ക്കറ്റും വാങ്ങിച്ച് കയ്യിൽ വെക്കേണ്ടി വന്നു. എന്താ ഹിന്ദുവിനൊരു കടയില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? എവിടെയാണ് നഷ്ടപ്പെട്ടത്? വ്യാപാര വ്യവസായങ്ങൾക്ക് എവിടെയാണ് നഷ്ടം സംഭവിച്ചത്? എവിടേക്കാണ് നമ്മളെല്ലാവരും ഒതുങ്ങിപ്പോയത്? ഇന്നിപ്പോ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കഷ്ടമാണ്. എവിടെ പോയി? ചിന്തിക്കേണ്ടതാണ്. ഓരോരുത്തരും ചിന്തിക്കണം. ഇവിടെയൊക്കെ നമുക്ക് സംഭവിച്ചത് ശക്തിക്ഷയമാണ്. നമ്മളെല്ലാം ദുർബലരായി കഴിഞ്ഞു, പണമില്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞു അല്ലേ?
എങ്ങോട്ടാണ് നമ്മുടെയൊക്കെ പോക്ക്? ഇതാണോ നമ്മുടെ ഋഷിമാരും നമുക്ക് മുന്നേ ഒക്കെ ഓടിപ്പോയ ഗുരുക്കന്മാരും പറഞ്ഞു തന്നത്, എഴുതി വെച്ചത് എവിടെയാണ്? വെറും ഒരു സത്സംഗത്തിലും ഇതിലും മാത്രം ചൊല്ലിക്കാണിക്കാനും പ്രസംഗിച്ച് കാണിക്കാനും ഉള്ളതല്ല. നമ്മൾ ഇനിയെങ്കിലും തുടങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ തിരുവള്ളൂരെല്ലാം പറഞ്ഞു വെച്ചതെല്ലാം സത്യമാകുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ദുഃഖത്തോടെ തന്നെ നമ്മൾ പറയേണ്ടി വരും, നമ്മൾ തല കുനിക്കേണ്ടി വരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് രാമായണമെന്നും മഹാഭാരതമെന്നും വേദങ്ങളൊന്നും അറിയാത്ത സാഹചര്യമാണ്. തല കുനിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന്. കുഞ്ഞുങ്ങൾക്കെല്ലാം അമിതമായ ദേഷ്യമാണ്. എവിടെ നിന്നാണ് അത് വന്നത്? വേറെ ആരെങ്കിലും ആണോ ആ ദേഷ്യം കൊടുക്കുന്നത്? വേറെ എവിടെന്നെങ്കിലും ആണോ അവർ ദേഷ്യപ്പെടുന്നത്? നമുക്ക് നമ്മളിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. ഒരു 10 ദിവസം മക്കൾ അമ്പലത്തിൽ പോയോ, ഈശ്വര പോയി. ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. കുഞ്ഞുങ്ങൾ എന്നാലും കുറേ ദിവസം അമ്പലത്തിലായി പോയാൽ അവർ കൂടുതൽ നമ്മളോട് നിന്ന് കഴിഞ്ഞാൽ ഭാര്യമാർക്ക് പേടി, അമ്മമാർക്ക് പേടി. എന്താ ഇതും ഈ ആൺകുട്ടികൾ വന്നാൽ അവസ്ഥയെ ഞാൻ പറയണേ, പേടിയാണ്. ഓ ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ആയിപ്പോയി, ആത്മീയതയിൽ എങ്ങാനും ആയിപ്പോയി. അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നത്, എന്താണ് ആത്മീയത? ഒരു സന്യാസിയാവാനുള്ളതല്ല ആത്മീയത എന്ന് പറയുന്നത്. ഒരു സന്യാസിക്ക് മാത്രമുള്ളതല്ല ആത്മീയത. ആത്മീയതയുടെ അർത്ഥം മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ കുറവാണ് ആ കാണുന്നത്. ഇനി സന്യാസിമാരല്ല വരേണ്ടത്, ഇനി വരേണ്ടത് ഋഷിമാരാണ്. പണ്ടത്തെ കാലഘട്ടം അവരെല്ലാവരും കല്യാണം കഴിച്ചിരുന്നു. അവർ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് യജ്ഞങ്ങൾ ചെയ്തിരുന്നു, ഇല്ലേ? യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ യജ്ഞം എന്ന് പറയുമ്പോൾ മനസ്സിലാവണ്ടെന്ന് വെച്ച് പറയുക. ഒരുപാട് യാഗങ്ങൾ ചെയ്തിരുന്നു കുടുംബമായിട്ട് തന്നെ. ഇന്നിപ്പോ നമ്മൾ കുടുംബമായിട്ട് ഒരു പ്രാർത്ഥന പോലും ചൊല്ലുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ നോട്ടീസ് വിതരണത്തിന് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും വീടുകളിൽ പോയി. അവരെല്ലാവരും എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വളരെ ദുഃഖത്തോടെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. 6-6:30 മണിക്ക് ഹിന്ദുവിന്റെ വീടൊഴികെ ബാക്കി എല്ലാ വീടുകളിലും പ്രാർത്ഥനയാണ്. ഹിന്ദുവിന്റെ വീട്ടിൽ മാത്രം സീരിയലാണ്. വേണം സീരിയൽ ഉണ്ടെങ്കിൽ എന്നെ പൊടിക്കും, വേണം, എല്ലാം വേണം. അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇനി 7-8 മണിക്ക് ശേഷം സീരിയൽ നടത്താൻ മതി എന്നുള്ളത് ഒരു കാര്യം ഞാൻ പറയും അവരോടൊക്കെ. കാരണം ആ ഏറ്റവും നല്ലൊരു കുടുംബം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ സീരിയലാണ്. ഇവര് നോക്കിയിട്ട് അവർ പറയും, വേറെ പണിയില്ല അമ്മമാർക്ക്, വന്ന സമയം വെറുപ്പാണ് ഇവരെ കണ്ടപ്പോ. ആ സീരിയലിൽ ആ സീനൊന്ന് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാ, അല്ലേ? ഇവര് കാണുമ്പോ അമ്പലം, അതോടെ എന്റെ അമ്പലത്തിന് ഒന്നും കൂടി ദേഷ്യമാവും, അല്ലേ? ഏതമ്പല കമ്മിറ്റി അറിയാൻ ചെല്ലുമ്പോ അവർ പറയും, വേറെ പണിയില്ല ആ സീരിയൽ. അപ്പൊ ഇവരെല്ലാവരും ആ സാമ്യം ഇത് നോക്കിയിട്ട് അവർ നോക്കണം അത്ര അങ്ങോട്ടാണ്. ടി വിയിൽ ഇപ്പൊ എന്താ, അല്ലേ? അപ്പൊ അവര് പറയും, ഞങ്ങൾ വന്നോളാം. ഓ ശരി. പക്ഷെ ഇവർക്ക് ക്രിസ്ത്യാനികളുടെയും മുസ്ലിംസിന്റെ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായ അനുഭവം വേറെയാണ്. അവര് പിടിച്ചിരുത്തി എന്താണ് അമ്മ എന്നവർ കേട്ടു. ചോദിച്ചു നോക്കൂ, ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഒന്ന് പറയോ എന്താണ്? ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ കേൾക്കുമോന്ന്. ഇതാണ് വ്യത്യാസം.
ഇതാണ് നമുക്ക് മൂന്ന് പേർക്ക് തമ്മിലുള്ള വ്യത്യാസം. ഈ സമയങ്ങളെല്ലാം അമ്മമാരൊക്കെ ആ ടി വിയൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ചേരം മിണ്ടാതിരുന്നാ മതി. അതെങ്കിലും ചെയ്താൽ മതി. ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കുകയും വേണം. മിണ്ടാതിരുന്നാൽ മതി. പറ്റുമോ? സാധിക്കുമോ? എന്തൊക്കെ ഇതിൽ എത്ര പേര് സീരിയലാണ് കണ്ട് കറക്റ്റായിട്ട് പറയും? കൈപ്പറ്റും. ഞാൻ ഒന്നും പറയില്ല, ഒന്നും അറിയാൻ വേണ്ടിട്ടാ. വളരെ അപ്പൊ ഇവരെ വീട്ടിൽ ഞാൻ 6 മണിക്ക് എന്തായാലും എത്തും. ഒരു സീ കാരണം എല്ലാവരും വീട്ടിൽ അഡ്രസ്സ് എടുത്തിട്ട് 6 മണിയോടെ 8 മണിക്കുള്ളിൽ ഏത് സമയം അമ്മേന്റെ സന്ദർശനം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല അമ്മമാരാട്ടാ. എന്നോട് സാറ് പറയണത് ആരും കൈവെക്കാത്തോണ്ട് എല്ലാവരും കാണുന്ന ആൾക്കാരാണ് കേട്ടാ. എങ്ങനെയാണ്? ഇനിയിപ്പോ ഇവരോട് ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ ആരുടെ വീട്ടിൽ വൈകുന്നേരം 6 മണിക്ക് 6 മണിയോടെ ഇങ്ങനെയുള്ള സമയത്ത് സീരിയൽ കാണും ഭാര്യമാരും അമ്മമാരൊക്കെ? അവരും കൈവെക്കുന്നില്ല, അവര് സപ്പോർട്ടാണ്. സന്തോഷം. കേരളം ഇത്രയും പുരോഗമിച്ചത് എനിക്ക് അത്രയും സന്തോഷമാണ്. ഇല്ല കാണില്ല, ആരും കാക്കനോട് നമ്മൾ ആരും കാണുന്നില്ല അല്ലേ? ആ സമയത്ത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നാമം ചൊല്ലും. ഉറപ്പാണ്. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹമുണ്ട്. സന്തോഷം. കാരണം ഇതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഇങ്ങനെ ഒരു ധർമ്മമാണ്, ഈ ഒരു ധർമ്മമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അപ്പൊ മാത്രമാണ് നമ്മളെല്ലാവരും, ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊക്കെ സ്വയം തോന്നി നടന്ന് കാണണ്ടാവും അല്ലേ? ശരി. അപ്പൊ ഇങ്ങനെ ഒരു രാമരാജ്യമാണ് നമുക്ക് വരേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മതത്തിനെയൊക്കെ നമ്മൾ ആചരിക്കുന്ന അവസ്ഥയിൽ വന്നാൽ മാത്രമേ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. ആചരിക്കാത്തതൊന്നിനെ പറ്റിയും നമ്മൾക്ക് പറയാൻ അവകാശമില്ല. ആചരിക്കാത്ത ഒന്നിനെ പറ്റിയും നമുക്ക് പ്രസംഗിക്കാൻ അവകാശമില്ല. അതാണ് സത്യം. അപ്പൊ മാത്രമാണ് ഈ ആചാരങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളും, ഈ അനുഷ്ഠാനങ്ങളെല്ലാം ധർമ്മങ്ങളും ഒക്കെ ആവുള്ളൂ. ഈ വേദവും മന്ത്രവും തന്ത്രവും എല്ലാം നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കണം, വേദങ്ങളും പഠിക്കണം, മന്ത്രങ്ങളും പഠിക്കണം, തന്ത്രങ്ങളും പഠിക്കണം. അതും വേണം. ഈ ഒരു കാലഘട്ടത്തിൽ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കുതിരയുടെ ശക്തിയോടെ മുന്നോട്ട് കുതിക്കാൻ സാധിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് സൂര്യന്റെ രഥത്തിന് വഹിക്കുന്നത് ആരാണ്? കുതിരയാണ് അല്ലേ? അല്ലേ? മഹാലക്ഷ്മിയുടെ ആരാ? ആരാ? മഹാലക്ഷ്മിയുടെ വാഹനം നമ്മൾ ആരാ പറയണ? സിംഹം. ആരാ? അയ്യോ, അതൊന്നും അറിഞ്ഞൂടല്ലേ? അപ്പൊ ദുർഗാദേവിയുടെ പുലി. ദുർഗാദേവിയുടെ സിംഹം, പുലി. അപ്പൊ ഈ ആന ആരുടെയാണ്? ആന കൊടുത്തിട്ടുള്ളത് അല്ലേ? പക്ഷെ ഇതിനൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ട്. ഒരുപാട് മഹാലക്ഷ്മിയുടെ ഒരുപാട് പണം വരുമ്പോ അത് ഏറ്റവും പൊക്കിയെടുക്കാൻ ആനയ്ക്ക് മാത്രമല്ല പറ്റും. അയ്യോ, അതൊന്നും അറിയില്ല അല്ലേ? സൂര്യന്റെ രഥത്തിന് വഹിക്കുന്നവരാണ് കുതിര. കാരണം നമ്മൾ ഓടാനുള്ളതാണ് ഇല്ലേ? ഒരു ആയുസ് മുഴുവനും നമ്മൾ ഓടാനുള്ളതാണ്, ശക്തിയോടെ ഓടാനുള്ളതാണ്. ധനം തരുമ്പോ ആ ധനത്തെ നമ്മൾ ഓടിയ തെറിച്ചു പോകും. അപ്പൊ നമ്മൾ ആ വെയിറ്റുള്ള ആനയുടെ പുറത്തോളം കൊണ്ടുപോകും അല്ലേ? ഇപ്പൊ മനസ്സിലായ കാര്യങ്ങളുടെ കിടപ്പല്ലേ? അതേപോലെ മുരുകന് എന്തിനാണ് വേല് കൊടുത്തിട്ടുള്ളത്? ദേവിക്ക് എന്തിനാണ് ശൂലം കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ അറിയണം.
ഗണപതിക്ക് വാഹനമായിട്ട് എലി വന്നിട്ടുള്ളത്? മുരുകന് മയില് വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മഹാവിഷ്ണുവിന് പരുന്ത് വന്നിട്ടുള്ളത്? വലിയ സത്യമാണ് ഇതെല്ലാം. സാധാരണമായിട്ടുള്ള ഒരു കാര്യം ഇന്നിവിടെ നിങ്ങളടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പറയാനുള്ള മഹത്ത് സത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ വാഹനങ്ങളും. വേലെന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം നട്ടെല്ലാണ്. വേലെന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ നട്ടെല്ല് എങ്ങനെയാണുള്ളത്? ആ നട്ടെല്ലിന്റെ ബാക്കിൽ നിങ്ങളുടെ പുറംതല എങ്ങനെയാണുള്ളത്? ശൂലെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇട പിങ്കള തുടങ്ങിയിട്ടുള്ള നാഡികളുടെ ശക്തിയാണ്. ഈ രണ്ട് ഭാഗത്തും ഒരേപോലെ ശക്തി കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ സഹസ്രാതലത്തില് ആ ശക്തി നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. ആ മോളിൽ നിന്നുള്ള ശക്തി നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ ശൂലം അങ്ങനെ ഒരു ഭാവത്തിൽ വന്നിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് അറിയണില്ല. ഏറ്റവും ബുദ്ധിയുള്ള ഒരു ജീവി ഏതാന്ന് ചോദിച്ചാൽ എലിയാണ്. കാരണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? നമ്മൾ മക്കളോട് പറയും തുരപ്പന്റെ സ്വഭാവമാണ്, എന്തുണ്ടെങ്കിലും തുറന്ന് ചോദിക്കും, അല്ലേ? അവിടെ ആ ബുദ്ധിയെ കാണിക്കുന്നതാണ് ഗണപതിയുടെ വാഹനമായിട്ടുള്ള എലി. വലിയ ശല്യമാണ്, അല്ലേ? എല്ലായിടവും തുളച്ചോണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ല എന്താണ്. ആ മുരുകന്റെ കൂടെ നിൽക്കുന്ന ആ മയില് ശരിക്കും ഒരു മനുഷ്യന്റെ എല്ലാ ജ്ഞാനവും അതെത്തേണ്ടത് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും മയിൽ പീലി വിരിച്ചാടുന്ന പോലെ നമ്മുടെ ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത് ശരിക്കും ആ മയിൽ പീലിക്ക് സമമാണെന്നുള്ളതാണ്. ആ ഒരു എനർജി അവിടെ പൂർണ്ണമായി കഴിഞ്ഞാൽ ആനന്ദമാണ് നമ്മള്, ഇല്ലേ? ശരിയല്ലേ? ഒരു മനുഷ്യന്റെ ശക്തിയെ, നമ്മുടെ ശക്തിയെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അറിയാനും അറിയേണ്ടതായിട്ടും ഇനി ഒരുപാട് സത്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് നിങ്ങളുടെ കാതുകൾ തുറന്നു വെച്ച് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഉറ്റുനോക്കുക. എനിക്കും അറിയണം, നാളെയാണ് എൻ്റെ മരണമെങ്കിൽ ആ മരണത്തിന് തൊട്ടു മുന്നേ എനിക്കറിയാൻ സാധിച്ചാൽ എൻ്റെ ജന്മം പൂർണ്ണമായി, അല്ലേ? അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ശിവശക്തിയോ യുക്തോ യതിഭവതി ശക്തപ്രഭു. ആ ശിവശക്തി നമ്മൾ എപ്പോഴാണോ നമ്മളിലേക്ക് എത്തിച്ച് അത് പൂർണ്ണമാക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ഉറക്കെ വിളിക്കുന്ന ഓരോ സനാതനം ഉറക്കെ വിളിക്കുന്ന ആ സനാതന ധർമ്മം എന്നുള്ള ആ ധർമ്മത്തെ അടിയുറച്ച് കൊണ്ടുപോകാൻ, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സന്താനങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ നീ ശരിക്കും അറിയണം എന്താണ് ആ ശിവശക്തി എന്നുള്ളത്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കും. ആ സമയത്ത് അമ്മ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്താൻ സാധിച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്നെ ഇരുത്തിയിരിക്കുന്നത് സാക്ഷാൽ അമ്മയാണ്, ആ മൂകാംബിക അമ്മയാണ്. അറിവിൻ്റെ അമ്മ വാഗീശ്വരിയാണ്, അമ്മ സരസ്വതിയാണ്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അറിവും, അല്ലെ? ജനിച്ചന്ന് നമുക്ക് ഓർമ്മയായത് തുടങ്ങി നമുക്ക് ഈ നിമിഷം വരെ നമുക്ക് ലഭിക്കുന്ന ഓരോ അറിവും ആ അമ്മയുടെ കടാക്ഷം തന്നെയാണ്, ആ വാഗീശ്വരിയുടെ കടാക്ഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എവിടെയോ കിടന്ന് എന്നെ ഈ ലോകം മുഴുവൻ സഞ്ചരിപ്പിച്ച് ഒരുപാട് വേദനകളും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നിട്ട് അമ്മ അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ്. നിന്റെ കർമ്മം ഇതാണ്,
നിന്റെ കർമ്മത്തിൽ നിന്ന് നിനക്ക് വ്യതിചലിക്കാൻ സാധിക്കുകയില്ല. എവിടെയും നിനക്ക് മറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. ഇറങ്ങിയേ പറ്റുള്ളൂ. നിനക്ക് ശബ്ദം തന്നിരിക്കുന്നത് ഞാനാണ്. എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പറയാനാണ് നിന്റെ ശബ്ദം നിനക്ക് തന്നത്. സ്വന്തം അച്ഛനായിരുന്നിട്ട് പോലും ആ അച്ഛനാണെന്ന് അറിയാതെ അച്ഛന് വേണ്ടി ഈ ലോകം മുഴുവനും പാടി നടന്നു. ആ ലവകുശന്മാരുടെ പരമ്പരയിലായിരിക്കണം ഈ സനാതന ധർമ്മം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. ആ ലവകുശന്മാർ അന്ന് പാടി നടന്ന, ആ ശ്രീരാമനെ പറ്റി പാടി നടന്ന അത് തന്നെ ആയിരിക്കണം നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിശ്വ പരിഷത്തിന്റെ ഈ ഒരു ഇതിൽ ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഒരു ശങ്കരനും അവസാനിക്കുന്നില്ല, ഒരിക്കലും ഒരു ശ്രീനാരായണ ഗുരു അവസാനിക്കുന്നില്ല, ഒരിക്കലും ഒരു വിവേകാനന്ദൻ അവസാനിക്കുന്നില്ല, ഒരിക്കലും ഒരു ഗുരുക്കന്മാരും അവസാനിക്കാൻ പോകുന്നില്ല. ആരെന്തൊക്കെ വിചാരിച്ചാലും ഒരിക്കലും അവർ അവസാനിക്കില്ല. തുടങ്ങുകയാണ് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട്. ഒരു യഥാർത്ഥ ശക്തനായിട്ടുള്ള ഗുരു വന്നാൽ അവരെല്ലാവരും പുനർജനിക്കുകയാണ്. അവരെല്ലാവരും ഓരോരുത്തരും പുനർജനിക്കുകയാണ് എന്നെ പോലുള്ള ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് എവിടെയും ഉയർന്നു നിന്ന് പറയാൻ സാധിക്കും, ഞാൻ യഥാർത്ഥ ഗുരുവാണ്. സനാതന ധർമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതോ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചു വീണ ഞാൻ ഒരു യഥാർത്ഥ ഗുരുവാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും. ഒതുങ്ങി നിൽക്കാൻ സാധിക്കുമോ? ഈ ഒരു കർമ്മം തന്നാൽ ഒതുങ്ങി നിൽക്കാൻ സാധിക്കുമോ? നിങ്ങൾ പറയും. നിങ്ങൾക്കൊക്കെ ഇല്ല വീട്ടില് പെമ്മക്കളും? നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലൊരു യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വിടുമോ? ചോദിക്കട്ടെ ഞാൻ. വിടണം. ഇതാണ് എനിക്ക് ഓരോ അച്ഛനമ്മമാരോട് പറയാനുള്ളത്. അങ്ങനെ ഒരു കർമ്മം ഒരു പെണ്ണിനോ ആണിനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വിടുക തന്നെ ചെയ്യണം. കാരണം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം നമ്മുടെ വിശ്വാസത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു കണ്ണുനീര് വന്നത്. നമ്മളൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും. പ്രശ്നമില്ല. 10 പേരെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ, 10 പേര് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് മതി. കാരണം നിന്റെ കർമ്മമാണ് നിന്നെ ഒന്നിലോട്ട് എത്തിക്കാത്തതെന്ന് ബോധ്യം ആദ്യം നിനക്ക് വേണം. നിന്റെ കർമ്മമാണ് നിന്നെ എല്ലാത്തിനും പുറകോട്ട് വലിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ളത് വേണം. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ ശിവന്റെ അവതാരമായിട്ട് തന്നെ ശ്രീരാമൻ വന്നിട്ട്, ആ ഹനുമാൻ ശിവന്റെ അവതാരമായിട്ട് തന്നെയാണ് ഹനുമാനും വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും പറയും ശ്രീരാമൻ കൃഷ്ണന്റെ ആണല്ലേ. ശരിക്കും ആ ഭഗവാന്റെയാണ്. കാരണം എന്താണ്? ഈ കർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുള്ളൂ. കർമ്മത്തിന്റെ ഇത് കൊടുക്കുന്ന ആളാണ് ഭഗവാൻ മഹാവിഷ്ണു. കാലചക്രത്തിൽ കിടന്ന് നമ്മൾ എല്ലാവരും ഉഴലുമ്പോൾ നീ എന്നെ പ്രാപിക്കൂ, എന്നെയാണ് നീ വിളിക്കേണ്ടത്. ഞാനാണ് നിന്റെ കർമ്മത്തെ എടുത്തു കളയുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് ആ ശ്രീരാമനെ വിഷ്ണുവിൻ്റെതായിട്ട് നമ്മൾ എല്ലാവരും ഇന്ന് കൊണ്ടു നടക്കുന്നത് അല്ലേ. അപ്പോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ കർമ്മം നമുക്ക് എന്നും ചുമന്നോട് നടക്കാനുള്ളതല്ല. ആ ഭാരം ഓരോ ദിവസവും കഴിയുന്തോറും മുൻജന്മത്തിന്റെയോ യുഗജന്മത്തിന്റെയോ ഒക്കെ ഭാരങ്ങളെല്ലാം നമ്മുടെ മന്ത്രജപത്തോടെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അവസരങ്ങളുണ്ട് നിങ്ങൾക്ക്, ഓരോരുത്തർക്കുമുണ്ട് അവസരങ്ങൾ. അത് നിങ്ങളുടെ മാത്രം അവസരമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റും അവിടെ ഇവിടെ എല്ലായിടത്തും ക്ഷേത്രങ്ങളുള്ളത്. ആ ക്ഷേത്രങ്ങളെ, നിന്റെ പരിസരത്തുള്ള ക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിപാലിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ പരിസരത്തുള്ള ക്ഷേത്ര ആചാരങ്ങളിൽ നിനക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് തന്നെയാണ് നിന്റെ കർമ്മത്തെ കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ വഴി. അവിടെ അതെന്റെ ക്ഷേത്രമല്ല, ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയാണ്, അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, ആ ദുർഗാദേവി അല്ല എന്റെ ദേവി, ആ മഹാലക്ഷ്മി അല്ല എന്റെ ദേവി, അല്ലെങ്കിൽ ആ കൃഷ്ണനല്ല എന്റെ കൃഷ്ണൻ എന്നല്ല പറയേണ്ടത്. എല്ലാം ഒന്നാണ്. എന്തുകൊണ്ട് നമുക്ക് മാത്രം പലതായി പോയി? ഒന്നേ ഉള്ളൂ എല്ലാം. വിളിക്കുന്ന രീതികൾ പലതാണെങ്കിലും എത്തണതെല്ലാം ആ ഈശ്വരനിലോട്ടാണ്, ആ സൃഷ്ടിയിലോട്ടാണ് എല്ലാം എത്തുന്നത്. അതുമാത്രം നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിപ്പിക്കണില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരും പോകണം അയോധ്യയിൽ. എല്ലാവരും പോവാൻ ശ്രമിക്കണം. ഭഗവാനൊന്ന് നനച്ചാൽ മതി, ഭഗവാനോട് എത്തിക്കും. VHP ഒരുക്കി തരട്ടെ, എല്ലാവർക്കും എത്തിപ്പെടാനുള്ളൊരു യോഗം ഉണ്ടാവട്ടെ. കാരണം ഞാൻ ശരിക്കും ആ അയോധ്യയുടെ അവിടെ പണി നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ എത്തിയതാണ്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഏപ്രിൽ മാസം ഞാൻ അവിടെ ഹോമം ചെയ്യുന്നുണ്ട്. അയോധ്യ നമ്മുടെ ശ്രീരാമക്ഷേത്രത്തിൽ ഹോമം ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതേപോലെ കാശി ഭഗവാനും പൂജ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളുടെ ഈ മക്കളുടെ മുന്നിലും എനിക്കിന്ന് ഇവിടെ എത്താൻ സാധിച്ചതും. നിങ്ങളോടൊക്കെ ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അമ്മ എന്നെ ഏൽപ്പിച്ചു, ഞാനത് ചെയ്തു. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ, എല്ലാവരും ഐശ്വര്യമായിരിക്കട്ടെ എന്ന് സാക്ഷാൽ ജഗദംബികയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താ ആഗ്രഹിക്കുന്നത്? മനസ്സമാധാനത്തോടെയുള്ളൊരു ജീവിതം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഇവിടുത്തെ ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ഓം ഹ്രീം ദും ദുർഗായേ നമഃ. ഓം ശ്രീ മൂകാംബികായേ നമഃ.